അല്ല, ഇന്ന് ഈ KSU പ്രവർത്തകർ കണ്ണൂർ നടത്തിയ പ്രതിഷേധം സ്വാഭാവികമായിട്ടും കേരളത്തിൽ മുൻപ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തിട്ടുള്ളതുപോലെ വിദ്യാർത്ഥി സംഘടനകളും ചെയ്തിട്ടുള്ളതുപോലെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഷേധ മാർഗം തന്നെയാണ് മന്ത്രിക്കെതിരെ കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതയും ഇവരുടെ തോന്നിവാസവും കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ ദൃഷ്ടാന്തങ്ങൾ പുറത്തു വരുമ്പോൾ കണ്ണു നഷ്ടപ്പെട്ട മനുഷ്യരുണ്ട്, വയറ്റിൽ കത്രികമായിട്ട് നടക്കുന്ന മനുഷ്യരുണ്ട്, മരണം സംഭവിച്ച മനുഷ്യരുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തമുള്ള ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ധാർഷ്ട്യത്തിനെതിരായിട്ട് KSU പ്രവർത്തകർ നടത്തിയ പ്രതിഷേധവും സമരവും മാത്രമാണ് ഇന്ന് അവിടെ നടന്നത്. ആ സമരത്തിന് ശേഷം ആ പ്രവർത്തകർ 4-5 KSU പ്രവർത്തകരെ 10-35ഓളം വരുന്ന പോലീസുകാർ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിന് മുമ്പ് നടന്നൊരു രംഗം കൂടി നമ്മൾ കാണണം. KSU പ്രവർത്തകരാണോ അതോ മന്ത്രിയാണോ കൂടുതൽ ആക്രോശിക്കുന്നതും വെല്ലുവിളിക്കുന്നതും എന്ന് നോക്കിയാൽ മന്ത്രി KSU പ്രവർത്തകരുടെ അടുത്തോട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ഭാവത്തിലാണ് മന്ത്രി നിൽക്കുന്നത്. കുറച്ചു നേരം കഴിയുമ്പോൾ മന്ത്രിക്ക് കൈക്ക് പരിക്കൊണ്ട്, കഴുത്തിന് പരിക്കൊണ്ട്, മിണ്ടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള നാടകമൊക്കെ വേണോ? ഡാറ്റ മോഷണ കേസിലെ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയിൽ ഉത്തരമില്ലാതെ ഒളിച്ചു നടക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരം നാടകങ്ങളൊന്നും വേണ്ട. ഈ സമയം വരെ ഇപ്പോൾ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവരുടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു, സകല സൈബർ സഖാക്കന്മാരും മാധ്യമ സഖാക്കന്മാരും ഉണ്ടായിരുന്നല്ലോ. ഈ നിമിഷം വരെ KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിക്കുന്നതിന്റെ, കായികമായിട്ട് ആക്രമിക്കുന്നതിന്റെ ഒരു ദൃശ്യമെങ്കിലും പുറത്തുവിടാൻ പറ്റിയിട്ടുണ്ടോ? അപ്പൊ അദൃശ്യമായിട്ട് സാങ്കേതിക വിദ്യ ഒന്നും KSU പ്രവർത്തകർക്ക് അറിയില്ല. അദൃശ്യമായിട്ട് പരിക്കേൽപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ചിലപ്പോൾ CPM-നും SFI-ക്കാർക്കും അറിയാമായിരിക്കും, മന്ത്രിക്ക് ചിലപ്പോൾ അത് പ്രത്യേകം അറിയാമായിരിക്കും. പക്ഷെ KSU പ്രവർത്തകർക്ക് അത്തരം സാങ്കേതിക വിദ്യ ഒന്നും അറിയില്ല. ഞാൻ അനൂപ, ഇതിലൊരു കാര്യമുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ പരാജയമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി നിരന്തരം ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും സമരങ്ങളും നടക്കുന്നു. ആരോഗ്യ വകുപ്പ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ സമീപ ദിവസങ്ങളിൽ തന്നെ ആരോഗ്യമന്ത്രിക്കെതിരെ ഇത്രയും രൂക്ഷമായിട്ടുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും കേരളത്തിലെമ്പാടും നടക്കുന്ന സമയത്ത് സ്വന്തം ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് പോലും, സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിക്ക് പോലും സുരക്ഷ ഒരുക്കാൻ പറ്റാത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ പരാജയം കൂടിയാണ് ഇത്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ഇത്രയും പോലീസുകാരുടെ അകമ്പടിയുള്ള ആരോഗ്യമന്ത്രിയെ ഈ 4-5 KSU-ക്കാർ ആക്രമിച്ചപ്പോൾ ഈ പോലീസുകാർ എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പോലീസുകാർ, വനിതാ പോലീസ് അടക്കമുള്ള ആളുകൾ മന്ത്രിയെ പിടിച്ചു മാറ്റുന്ന തിരക്കിൽ മന്ത്രിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുള്ളതായിരിക്കാം എന്നാണ് നമ്മുടെ അനുമാനം. ഇനി അതിനപ്പുറത്ത് മന്ത്രിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എത്തരത്തിലുള്ള പരിക്ക? ഇന്നലെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടന വേദിയിൽ പങ്കെടുത്തപ്പോൾ, അതുപോലെ ഇന്ന് മട്ടന്നൂരിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോഴൊക്കെ മന്ത്രിയുടെ കയ്യിലുള്ള ആ പാടുകൾ കാണിച്ചുകൊണ്ടാണ് ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ പറയുന്ന മന്ത്രിയുടെ കൈക്ക് പരിക്കേറ്റു എന്ന്. പിന്നെ കഴുത്തിന് പരിക്കേറ്റതിനെ കുറിച്ചിട്ട് അതിന്റെ പഠനങ്ങൾ വരട്ടെ, ദൃശ്യങ്ങൾ വരട്ടെ. നിലവിൽ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ട് ഒരു രേഖയുമില്ല, ഒരു തരത്തിലുള്ള വിവരങ്ങളുമില്ല. അങ്ങനെ അവാസ്തവമായിട്ടുള്ള ആരോപണമാണ് KSU-ക്കാർക്കെതിരെ ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതെല്ലാം നടക്കുമ്പോൾ ഇത് ഇത്രയും പോലീസുകാരെ അതിലംഘിച്ചുകൊണ്ട് KSU പ്രവർത്തകർ ഇവരെ പരിക്കേൽപ്പിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് കേരളത്തിൽ ഒരു ആഭ്യന്തര വകുപ്പ്? തികഞ്ഞ പരാജയമല്ലേ? അനൂപ, ഇതിലൊരു കാര്യമുണ്ട്. കരിങ്കൊടി കണ്ടാൽ കഴുത്തിന് പരിക്കേൽക്കുകയും മുദ്രാവാക്യം വിളി കേട്ടാൽ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന അപൂർവ സംഭവമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കേരളം 1-ാം നമ്പറാണ് ലോകത്തിന്റെ മുമ്പിൽ. കരിങ്കൊടി കാണുമ്പോൾ പരിക്കേൽക്കുകയും മുദ്രാവാക്യം വിളി കേൾക്കുമ്പോൾ പരിക്കേൽക്കുകയും ചെയ്ത ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ICU-ൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നല്ല കാര്യം. ഇങ്ങനെയെങ്കിലും സർക്കാർ ആശുപത്രിയിൽ മന്ത്രിമാർ ചികിത്സ തേടട്ടെ. ഒരു കാര്യം എനിക്ക് കേരളത്തിലെ ആരോഗ്യ വകുപ്പിനോട് പ്രത്യേകം ഉണർത്തിക്കാനുണ്ട്. ഒന്ന്, ഈ ആരോഗ്യമന്ത്രിക്ക് ആ കൈക്ക് പരിക്കേറ്റിട്ട് ചികിത്സയ്ക്ക് പോയി കൈമുറിച്ച് മാറ്റേണ്ടി വന്ന വിനോദിനിയുടെ ഗതികേടോ, ആ അനാസ്ഥ കൊണ്ട് ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണപ്പെട്ട വേണുവിന്റെ ഗതികേടോ, അല്ലെങ്കിൽ കണ്ണ് നഷ്ടപ്പെട്ട സനൂപിന്റെ ഗതികേടോ ഒന്നും വരാതിരിക്കട്ടെ. അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മന്ത്രി നമുക്ക് ഇനിയും ഭരിക്കാനുള്ളതാണല്ലോ. അപ്പൊ ഈ മന്ത്രിക്ക് യാതൊരു പരിക്കുമേൽക്കാതെ ആശുപത്രിയിൽ നിന്ന് കത്രിക തുന്നിക്കെട്ടി വെച്ച് അനാസ്ഥ കൊണ്ട് മറന്നു വെക്കേണ്ട ഗതികേട് ഉണ്ടാക്കരുത്. നിങ്ങളുടെ കത്രികയൊക്കെ തിരിച്ചെടുക്കണം, മന്ത്രിയെ തിരിച്ച് പുറത്തേക്ക് വിടണം. കാരണം മന്ത്രിയെ നമുക്ക് ഇനി ആവശ്യമുണ്ടല്ലോ 1-ാം നമ്പർ എന്ന് തള്ളാൻ വേണ്ടിയിട്ട്. അനൂപ, ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് CCTV ദൃശ്യങ്ങൾ നമുക്ക് പിന്നെ കിട്ടിയിട്ടില്ലല്ലോ. ഈ കണ്ണൂർ ജില്ലയിൽ മാത്രം എന്താ CPM-കാർക്ക് അന്വേഷിച്ച CCTV ദൃശ്യം കിട്ടാത്തത്? ഇവിടെ AI ക്യാമറയൊക്കെ വെച്ചതിന്റെ പേരിൽ വലിയ വീമ്പിളക്കിയ CPM-കാരാണ്. സ്വന്തം മന്ത്രി ആക്രമിക്കപ്പെട്ടിട്ട് അതിന്റെ ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തു വിടാതെ അത് ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാ? ഇത്രയും വലിയ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ഒരു മന്ത്രി തന്നെ, ആരോഗ്യ വകുപ്പ് മന്ത്രി ഇപ്പൊ അഭിനയ വകുപ്പ് മന്ത്രി എന്നുള്ള ആക്ഷേപം നേരിടുന്ന സമയത്ത് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടാതെ അരുൺകുമാർ എന്തിനാണ് ഈ വെർബൽ ഡയറിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇന്നൊരു കാര്യം പറഞ്ഞു. ആ KSU പ്രവർത്തകർ മന്ത്രിയെ കായികമായിട്ട് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ
അത് തെറ്റാണ്, അത് ഞങ്ങൾ ഒരിക്കലും എൻഡോഴ്സ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയുള്ള ഏതെങ്കിലും തെളിവുകളോ ദൃശ്യങ്ങളോ നിങ്ങളുടെ മുമ്പിലുണ്ടോ? ഇല്ല. ഞങ്ങൾ ഒരിക്കലും അതിന് അത്തരത്തിൽ കായികമായിട്ട് മന്ത്രിയെ ആക്രമിക്കുന്നതിന് ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറയില്ല. അത് പറയുന്ന ശീലം പിണറായി വിജയനാണ് ഉള്ളത്. മുൻപ് അത്ര ഒരുപാട് ചരിത്രമുണ്ട്. അപ്പൊ അതിലേക്കൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട. ഇനി ഞാൻ ചോദിക്കട്ടെ, അരുൺകുമാറിന്റെ കയ്യിൽ നിലവിൽ മന്ത്രി ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യമുണ്ടോ? ഇല്ല. കേരളത്തിലെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ കയ്യിലുണ്ടോ? ഇല്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ കയ്യിലുണ്ടോ? ഇല്ല. കേരള പോലീസിന്റെ കയ്യിലുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ദൃശ്യമില്ലാതിരിക്കെ മന്ത്രിക്ക് പരിക്ക് പറ്റി എന്ന് നിങ്ങൾ പറയുന്നത്, അദൃശ്യമായിട്ട് പരിക്കേൽപ്പിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിദ്യ ഉണ്ടെന്ന് നിങ്ങൾ പറയണം. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ റീത്ത് വെച്ചതും വലിയ മോശപ്പെട്ട പ്രവർത്തനമൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രവർത്തനത്തിൽ അവിടെ ആശുപത്രിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾ തിരിച്ച് മൂക്കിൽ പഞ്ഞു വെച്ച് കിടന്ന് റീത്ത് വെച്ച് വരുന്ന ഗതികേട് ഉണ്ടാകുന്ന സമയത്ത് ഇതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ പ്രതീകാത്മകമായിട്ട് റീത്ത് വെക്കും. ഞങ്ങൾ വെച്ചിട്ടുണ്ട്, നിങ്ങളും വെച്ചിട്ടുണ്ട്. കരിങ്കോടി ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്, നിങ്ങളും കാണിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞികൃഷ്ണൻ ഒരു ആത്മകഥ എഴുതിയപ്പോ അത് ഏറ്റുവാങ്ങിയ മനുഷ്യന്റെ വീടിന്റെ മുമ്പിൽ പോയി നിങ്ങൾ റീത്ത് വെച്ചില്ലേ? നിങ്ങൾ ഒരുപാട് വട്ടം ഉമ്മൻചാണ്ടിക്കെതിരെ റീത്ത് വെച്ചില്ലേ? അന്നൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ അത് ചെയ്തത്. എങ്കിൽ നിങ്ങൾ അങ്ങനെ പറയണം. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രി ആക്രമിച്ചു എന്ന് വിമാനത്തിൽ വെച്ച് മുദ്രാവാക്യം വിളിക്കുമ്പോൾ പേടിച്ച് മരണപ്പെടുന്ന അത്ര പേടിത്തൊണ്ടനാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ബ്രണ്ണൻ കോളേജിന്റെ വരാന്തയിൽ ഊരി പിടിച്ച വാളിന്റെ ഇടയിലൂടെ പിരിവാറ് കയറ്റി നടന്ന പിണറായി വിജയന് ആരെങ്കിലും മുദ്രാവാക്യം വിളിക്കുമ്പോൾ അപ്പൊ തന്നെ പേടിച്ച് മരണം സംഭവിക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ വധശ്രമത്തിന് കേസെടുത്തു, അത് നിങ്ങളുടെ നീതിബോധമാണ്, എന്തായാലും ആയിക്കോട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൽമാരുടെ ശവകുടീരം ഒടിക്കുമ്പോൾ അത് ഇൻസ്റ്റലേഷൻ ആർട്ടാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ആളുടെ പേര് MA ബേബിയ, നിങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കിയ ആളുകൾ, TP ശ്രീനിവാസന്റെ കർണക്കുറ്റി അടിച്ച് പൊളിച്ച ആളുകൾ, ഷാഫി പറമ്പലിന്റെ മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിച്ചപ്പോഴൊക്കെ അതിനെ എൻഡോഴ്സ് ചെയ്ത ആളുകൾ, കേരളത്തിലെ ചെറുപ്പക്കാരൻ നിരന്തരം കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെ ആക്രമിച്ച ഗുണ്ടകളെ കണ്ടിട്ട് ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത് കേരളത്തിന്റെ ആഭ്യന്തര ഉപമന്ത്രി പിണറായി വിജയനാണ്. അത്തരത്തിലുള്ള എൻഡോഴ്സ്മെന്റ് ഒന്നും ഞങ്ങൾ നടത്തില്ല. ഒരു കാര്യം കൂടി അരുൺകുമാറോട് പറയാം, KSUക്കാർ ഗൂഢാലോചന നടത്തി എന്നാണ് അരുൺകുമാർ പറഞ്ഞത്. എങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്തെടുക്കുമായിരുന്നു? അവരുടെ കവാത്ത് മറന്നു നിൽക്കുമായിരുന്നോ? ഇനി ഈ മന്ത്രിയുടെ ഗൺമാൻ എന്തെടുക്കുമായിരുന്നു? കവാത്ത് മറന്നു നിൽക്കുമായിരുന്നോ? അവിടെ കൂടിയിരുന്ന പോലീസുകാർ എന്തെടുക്കുമായിരുന്നു? ഇത്രയും 3-4 KSUക്കാർ മന്ത്രിയെ അതിക്രൂരമായിട്ട് ആക്രമിച്ചെങ്കിൽ നിങ്ങളുടെ പോലീസ് സേനയുടെ പരമപരാജയമല്ലേ? ആഭ്യന്തര ഉപമന്ത്രി രാജിവെക്കണ്ടേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കേരളം ഒരുപാട് സമരങ്ങളെ കണ്ട് പരിചയിച്ച ഒരു നാടാണ്. സമരങ്ങളിലൂടെ കടന്നു വന്നവരാണ് കേരളത്തിലെ ഇതിനു മുമ്പത്തെ സർക്കാർ, ഇപ്പോഴത്തെ സർക്കാരിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ. അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്ന കണ്ടിട്ട്, പ്രതീകാത്മകമായിട്ട് റീത്ത് വെക്കുന്നത് കണ്ടിട്ട്, കരിങ്കൊടി കാണുമ്പോഴൊക്കെ പേടിക്കുന്നവർ ഈ പണിക്ക് നിൽക്കരുതെന്നേ, ഈ പണിക്ക് നിൽക്കരുത്. ഞാനൊരു കാര്യം പറയാമല്ലോ, ഇപ്പോൾ അരുൺകുമാർ തന്നെ ഈ ചർച്ചയിൽ ഉപയോഗിക്കുന്നു. ഇവരുടെ CPM നേതാക്കന്മാർ മുഴുവൻ ഇന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, വനിതാ മന്ത്രിയെ ആക്രമിച്ചു, വനിതാ മന്ത്രിയെ ആക്രമിച്ചു എന്ന്. ഞങ്ങൾ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെയാണ് പ്രതിഷേധം. ആരോഗ്യവകുപ്പ് മന്ത്രി വനിതയായി പോയതുകൊണ്ട് നമുക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ പറ്റുമോ? ആശുപത്രിയിൽ ഇടിഞ്ഞു വീണ ആളുകൾ മരിക്കുമ്പോൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വയറ്റിൽ സൂക്ഷിച്ചു വിട്ടിട്ട് 5 കൊല്ലം കഴിഞ്ഞ് കണ്ടെത്തിയിട്ട് അത് സർക്കാരിന്റെ നേട്ടമാണ്, 1ാം സ്ഥാനത്താണെന്ന് പറയുമ്പോൾ പ്രതിഷേധിക്കുമ്പോൾ മന്ത്രി വനിതയായതുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഇവർ വനിതാ മന്ത്രിയെ കാണുന്നത്, ഇതൊക്കെ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. അല്ല, അതൊരു പരിഗണന വിഷയമാണല്ലോ. വനിതകളോട് ഉള്ള ഒരു പരിഗണന വേണ്ട. ഒരു പ്രതിഷേധം നടത്തുമ്പോൾ അവർക്ക് നേരെ ചീറി അടുക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് പോലെ ചെയ്യാൻ പാടില്ലല്ലോ. ഹർഷീന വനിതയായിരുന്നു, ഉഷ ജോസഫ് വനിതയായിരുന്നു, ആ ജസ്മീറിന്റെ ഭാര്യ വനിതയായിരുന്നു, ആ ചികിത്സ നിഷേധിക്കപ്പെട്ട് മരിച്ച വേണുവിന്റെ ഭാര്യ വനിതയായിരുന്നു, ആ കൈ മുറിച്ചു മാറ്റപ്പെട്ട വിനോദിനി ഒരു പെൺകുട്ടിയായിരുന്നു. അവരോടൊന്നും ഇല്ലാത്ത ഒരു സഹതാപം, സകല തരത്തിലുമുള്ള പ്രിവിലേജുകൾ അനുഭവിച്ചുകൊണ്ട് സകല തരത്തിലുള്ള സന്നാഹങ്ങളോടും പോകുന്ന ഈ കേരളത്തോട് മുഴുവൻ ധാർഷ്ട്യവും പുച്ഛവും മാത്രം പ്രകടിപ്പിക്കുന്ന ഈ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു തരാൻ പറ്റില്ല. അത് അംഗീകരിച്ചു തരാൻ പറ്റില്ല. കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പിണറായി വിജയനെ പോലെ തന്നെ ക്യാബിനറ്റിൽ ഇരിക്കുന്ന ഒരു മന്ത്രിക്കെതിരെയാണ് പ്രതിഷേധം, ഏതെങ്കിലും ഒരു വനിതയ്ക്കെതിരെയാണെന്ന് ചിത്രീകരിക്കാൻ പാടില്ല. ഇനി ഇവിടെ അരുൺകുമാർ പറഞ്ഞ രണ്ടാമത്തെ വാദമുണ്ട്, VD സതീശൻ അത് പരിശോധിക്കാൻ തയ്യാറായോ, തള്ളി പറഞ്ഞോ എന്ന്. തള്ളി പറയില്ല. കാരണം ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ട് KSUക്കാരുടെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ ദൃശ്യങ്ങളും പരിശോധിച്ചതെന്ന് കുറ്റക്കാരല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി അതിനപ്പുറത്തുള്ള ദൃശ്യങ്ങൾ കൈരളി ചാനലിന്റെ കയ്യിലുണ്ടോ? ദേശാഭിമാനിയുടെ ലേഖകരുടെ കയ്യിലുണ്ടോ? CPM നേതാക്കന്മാരുടെ കയ്യിലുണ്ടോ? റെയിൽവേയുടെ CCTV ദൃശ്യങ്ങളിലുണ്ടോ? പോലീസിന്റെ വീഡിയോ ക്യാമറയിലുണ്ടോ? ഉണ്ടെങ്കിൽ അരുൺകുമാറെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരോട് പുറത്തുവിടാൻ പറയും. ഞങ്ങൾ നടപടി സ്വീകരിക്കാം. അല്ലാതെ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് ഉളുപ്പില്ലായ്മയൊന്നും ഞങ്ങൾ പറയില്ല. ഇനി അടുത്ത് താങ്കൾ പറയുന്നു ദൃശ്യമുണ്ടോ എന്ന് ചോദിച്ച് താങ്കളെ വരട്ടിയെന്ന്. ദൃശ്യമുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു തെറ്റാണോ? നിങ്ങളുടെ മന്ത്രിക്ക് പരിക്കേറ്റു, കഴുത്തിന് പരിക്കേറ്റു, കൈക്ക് പരിക്കേറ്റു, തീവ്ര പരിചരണ വിഭാഗത്തിലാണ്, മിണ്ടാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, ആരും കാണാതെ ഇങ്ങനെ ഒരു അപകടം നടന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലൊരു മനുഷ്യ
പ്രതിപക്ഷം വിശ്വസിക്കോ? സ്വന്തം സഖാക്കന്മാർ പോലും വിശ്വസിക്കോ? ഇത് പണ്ട് KSRTC വണ്ടി തടഞ്ഞ് യദുവിനെ ആക്രമിക്കാൻ പോയ MLA മേയറും അതിനുശേഷം ആ പെൺഡ്രൈവ് കാണാതായ പോലെയാ. ഇന്ന് വരെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ പെൺഡ്രൈവ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മോഷണം പോയിന്ന് മനസ്സിലായി, ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല. അതുപോലത്തെ ഒരു പരിപാടിയാണ് ആരോഗ്യമന്ത്രിക്ക് പരിക്കേൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ദൃശ്യങ്ങൾ ഇതുവരെ കിട്ടിയില്ല എന്ന് പറയുന്നത്. പിന്നെ അരുൺകുമാർ പറയുന്നുണ്ട് പോലീസിനെ അടിച്ചു വീഴ്ത്തിന്ന്. 4-5 KSU പ്രവർത്തകർ 10-35 പോലീസുകാരെ അടിച്ചു വീഴ്ത്തിയെങ്കിൽ ആ പോലീസുകാരെയൊക്കെ പറഞ്ഞുവിടണം, സർവീസിലിരിക്കാൻ യോഗ്യരല്ല. ഇനി അടുത്തത് മന്ത്രിക്ക് പരിക്കേറ്റു, താങ്കൾ കണ്ടോ? താങ്കൾ ഏത് ദൃശ്യം കണ്ടിട്ടാ മന്ത്രിക്ക് പരിക്കേറ്റതായിട്ട് പറയുന്നത്? മന്ത്രി പറഞ്ഞ പോലും ഈ മന്ത്രിയെ ഞങ്ങൾക്ക് വിശ്വാസമല്ല. ഈ മന്ത്രിയെ വിശ്വാസമല്ലാത്തതിന് കാരണം 47 റിപ്പോർട്ടുകൾ ചോദിച്ചിട്ട് ഇതുവരെ ആ റിപ്പോർട്ടുകൾ പ്രകാരം മെഡിക്കൽ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ കൊണ്ട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ പെറുന്ന മനുഷ്യരോട് ഒരു തരത്തിലും സത്യസന്ധമായിട്ട് ഇടപെടാത്ത മന്ത്രിയുടെ വാക്കുകളെ ഞങ്ങൾക്ക് ഈ നിമിഷം വരെ വിശ്വാസമല്ല. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസനീയമായിട്ടുള്ള ദൃശ്യങ്ങൾ, രേഖകൾ പറയണം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അനൂപേ. ഈ മന്ത്രി ഇന്ന് നമ്മുടെ മുമ്പിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള ദൃശ്യങ്ങൾ, കൈരളി ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മന്ത്രി KSU പ്രവർത്തകരോട് ആക്രോശിക്കുന്നു, അങ്ങോട്ട് പാഞ്ഞെടുക്കുന്നു, അങ്ങോട്ട് വെല്ലുവിളിക്കുന്നു. ഈ പണിക്കൊക്കെ പോകുന്നവരെ മുദ്രാവാക്യം കേട്ടാൽ കഴുത്തുളുക്കുന്നവരൊന്നും ഈ പണിക്ക് പോകരുത്. അങ്ങനെ പോയാൽ മുദ്രാവാക്യം കേട്ടാൽ കഴുത്തുളുക്കും, കരിങ്കോടി കണ്ടാൽ ചിലപ്പോൾ കൈക്ക് വേദന വരും. ഞാൻ നേരത്തെ അരുൺകുമാറിനോട് ചോദിച്ചല്ലോ, നിങ്ങൾ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ ആ ആരോഗ്യമന്ത്രിയുടെ കയ്യിലുള്ള പാടുകൾ കാണിക്കുന്നു. അത് കഴിഞ്ഞ ദിവസം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ പരിപാടിയിൽ നിൽക്കുമ്പോഴും ഇന്ന് മട്ടന്നൂർ നിൽക്കുമ്പോഴും ഒക്കെയുള്ള ദൃശ്യ. അതിന് പുറത്ത് എവിടെയാണ് പരിക്കേറ്റിട്ടുള്ളത് നിങ്ങൾ കാണിക്കണ്ടേ? ഇനി ആർക്കും കാണാത്ത പരിക്ക് നിങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ MV ഗോവിന്ദനും പിണറായി വിജയനും സർജന്മാരൊന്നും അല്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ബോധ്യപ്പെടണം. ഇനി നിങ്ങൾ ഏതെങ്കിലും ആശുപത്രിയിൽ നിന്ന് ആരെങ്കിലും കഴിയുന്ന ഒരു റിപ്പോർട്ട് എടുത്താൽ പോരാ. ഇത് പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടോ? എങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്ന് സമ്മതിക്കണ്ടേ? മന്ത്രിക്ക് പോലും സംരക്ഷണം കൊടുക്കാത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കേണ്ടതല്ലേ? അരുൺകുമാർ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. അനൂപെ, അങ്ങനെ പതിയിരുന്ന് ആക്രമിക്കുന്നതിന്റെ ശീലം അരുൺകുമാർ പറഞ്ഞ വാചകമാണ്. പതിയിരുന്ന് ആക്രമിക്കുന്നത് ആ ശീലം CPM-നുള്ളതാണ്. ആ TP ചന്ദ്രശേഖരന്റെ കൊലപാതകവും ഉമ്മൻചാണ്ടിക്ക് നേരെ എറിഞ്ഞ കല്ലേറും ആ TP ശ്രീനിവാസന്റെ കർണക്കുറ്റി കിട്ടിയ അടിയും കേരളത്തിലെ എമ്പാടും രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഷുക്കൂറിന്റെയും ഷുഹൈബിന്റെയും കൃപേഷിന്റെയും ശരത്ലാലിന്റെ അടക്കമുള്ള മരണങ്ങളിലൊക്കെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ, പതിയിരുന്ന് ആക്രമിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അരുൺകുമാറെ, ഈ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കെതിരെ ഇത്രയും രൂക്ഷമായിട്ടുള്ള ജനാഭിപ്രായമുണ്ടെന്നും പൊതുജനാഭിപ്രായത്തെ തുടർന്നുള്ള പ്രതിഷേധ സമരങ്ങളുണ്ടെന്നും മനസ്സിലാകാത്തവരാണ് സ്പെഷ്യൽ ബ്രാഞ്ച്. ചായ കുടിക്കാൻ പോയവരെ നവകേരള സദസ്സ് നടന്ന സമയത്ത് കാലടിയിൽ മെഡിക്കൽ ഷോപ്പിൽ പോയ കുഞ്ഞിന് മരുന്ന് മേടിക്കാൻ പോയ അച്ഛനെ രാത്രി 10 മണി വരെ കരുതൽ തടങ്കലിരുത്തിയതാ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ്. ചായ കുടിക്കാൻ പോയവരെയും ചായക്കടയിൽ പോകുന്നവരൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന, കരുതൽ തടങ്കൽ നടത്തുന്ന പോലീസിന് ആരോഗ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ പറ്റിയില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പരാജയം, ഉത്തരവാദികൾക്കെതിരെ അടിയന്തരമായിട്ട് നടപടിയെടുക്കണം. ഇനി നിങ്ങൾ പറയുന്നത് പോലെ ഈ വീണ ജോർജ് മന്ത്രിക്ക് വലിയ പരിക്കേറ്റു എന്നല്ലേ പറയേ? ഇത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസിൽ നടന്ന ഒരു സംഭവം. അതിനുശേഷം അവരെ KSUക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം അവർ വിജയശ്രീലാളിതരായി പരമാവധി ആക്രോശവും അലമ്പുണ്ടാക്കിയതിനു ശേഷം അവർക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഓവർ ബ്രിഡ്ജ് നടന്ന് കയറി അവിടെ ചെന്നിരുന്നതിന് ശേഷം കഴുത്ത് വേദനയുണ്ട്, കയ്യിൽ പരിക്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊരു അഭിനയമായിട്ടേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ലോകത്ത് ആരും കാണാത്ത ദൃശ്യങ്ങൾ CPM-കാർ മാത്രം കണ്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അടുത്തത് താങ്കൾ പറഞ്ഞത് മെഡിക്കൽ എററും സർജിക്കൽ എററും മെഡിക്കൽ നെഗ്ലിജൻസും കേരളത്തിൽ 10% അല്ലേ ഉള്ളൂ എന്ന്. 1-ാം നമ്പർ കേരളത്തിൽ 10% പോലും ഉണ്ടായിക്കൂടാ, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ഈ ആസ്ഥാന അഭിനയ വകുപ്പ് മന്ത്രിയായിട്ട് അദൃശ്യമായിട്ട് പരിക്കേറ്റ് ആശുപത്രി കിടക്കുന്ന മന്ത്രിക്ക് ഈ മെഡിക്കൽ നെഗ്ലിജൻസും സർജിക്കൽ എററും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം മറ്റുള്ള ആളുകൾക്ക് വന്ന പോലെ ആയിരിക്കില്ല ഇവർക്കൊക്കെ വന്നാൽ. അപ്പോൾ അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ താങ്കൾ പറഞ്ഞത് ഹർഷിനയുടെ വയറ്റിൽ കിടക്കുന്ന കത്രിക 20 വർഷം മുമ്പുള്ളതായിക്കൂടെ എന്ന്. 20 വർഷം മുമ്പുള്ള കണക്ക് ഞാൻ നോക്കിയപ്പോൾ 2006 എന്ന് പറഞ്ഞാൽ അന്ന് VS അച്യുതാനന്ദനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അപ്പൊ അന്ന് നിങ്ങൾ വെച്ച കത്രികയാണോ ഇപ്പോൾ പിണറായി വിജയന്റെ കാലത്ത് കണ്ടെത്തിയത്? അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇനി അന്ന് വെച്ചതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഹർഷിന പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ ഇത് കണ്ടില്ലേ? അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്കാനിങ് മെഷീൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ 1-ാം നമ്പർ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്കാനിങ് മെഷീന് അപ്പോഴേ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു വിശ്വസനീയമായിട്ടുള്ള വാദം പറയാമോ അരുൺകുമാറെ? ഇനി താങ്കൾ പറയുന്നു പോലീസ് അല്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന്. ആ കേരളത്തിലെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് കണ്ടെത്തിയിരിക്കുന്ന FIR ഇട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന കാര്യമാണ് ഹർഷിനയുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയ കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ആണ് എന്നുള്ളത്. ഇനിയും നിങ്ങൾ തള്ളി പറയാൻ നിങ്ങൾക്കൊരു നാണമില്ലേ? നിങ്ങൾ ഒന്നെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് കൂടി നിൽക്ക്, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് കൂടി നിൽക്ക്. ഈ രണ്ടുപേരും നിങ്ങളുടെ പാർട്ടിയുടെ ആളുകളാണ്, അത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മോണോ ആക്ടിന് 1-ാം സമ്മാനം കിട്ടിയ
ഒരു വീണ കുര്യാക്കോസിന്റെ ദൃശ്യങ്ങൾ ഇന്ന് കേരളത്തിൽ മുഴുവൻ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. ആ വീണ കുര്യാക്കോസ് ഇന്ന് നന്നായി അഭിനയം നടത്തി ഇന്ന് ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്നു. മുദ്രാവാക്യം കേട്ട് കഴുത്തുളുക്കുന്ന ആളുകൾ ഇനി ഈ പണിക്ക് നിൽക്കരുത്. കാരണം ഒരുപാട് മുദ്രാവാക്യം കേട്ട് പേടിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ പറ്റാവുന്ന വേറെ കൽപ്പുള്ള ആളുകളെ സമരങ്ങളും പ്രതിഷേധങ്ങളും കണ്ടു വളർന്നിട്ടുള്ള സഖാക്കന്മാരെ ഏൽപ്പിച്ചാൽ കുറെ കൂടി നന്നായിരിക്കില്ല അരുൺകുമാറെ?